ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പരമാത്മാവ് പരമാത്മാവായി മാറ്റമില്ലാതെ നിലനിൽക്കവേ ഈ ഭൂതഗ്രാമം മുഴുവൻ ഇങ്ങനെ ഭൂത്വ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു, ഇങ്ങനെ കോലാഹലം കൂട്ടുന്നു, എന്നിട്ട് തിരിച്ച പ്രളീയതയെ ലയിക്കുന്നു. അങ്ങനെ ഉൽപ്പത്തിയും സ്ഥിതിയും വിനാശവും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും പരമാത്മാവിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഇതാണ് ഭഗവാന്റെ മഹാമായയുടെ ശക്തി. ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ. ഇവിടെ ഈ കാണായ ജഗത്തില് പരമാത്മാവിന്റെ ചൈതന്യം ശക്തി അല്ലാതെ വേറൊന്നുമില്ല. അതാണ് ഈ കാണായ 5 ഭാവങ്ങളും എന്റേതാണെന്ന് അറിയണം, അവയോടൊപ്പം എന്നെ അറിയണം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. എന്നിട്ട് ഭഗവാൻ പറയുന്നു, എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ഇക്കാര്യത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹുഃ പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എല്ലാ വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങളും വ്യത്യസ്തങ്ങളായ സമ്പ്രദായത്തില് ആഹു പറഞ്ഞിട്ടുണ്ട്. ഈ അവ്യക്തത്തെ, ഞാനാകുന്ന അവ്യക്തത്തെ, ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്തതായ പരമസത്യത്തെ അക്ഷരം എന്ന്, യാതൊരു മാറ്റവും ഇല്ലാത്തതെന്ന് വ്യക്തമായും പല സമ്പ്രദായങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ആ അക്ഷരമായ ഞാനാണ് പരമാം ഗതിം, പരമമായിരിക്കുന്ന പ്രാപ്യസ്ഥാനം, നാം എല്ലാം എത്തിച്ചേരേണ്ട ഇടം എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാം ഇപ്പോഴും ആ പരമാത്മാവിലാണ്. നാം ഇപ്പോഴും ആ പരമാത്മാവിലാണ്. നാം ഇപ്പോഴും ആ പരമാത്മാവ് തന്നെയാണ്. ഒരു മാറ്റവും നമുക്ക് വന്നിട്ടില്ല, ഒരു മാറ്റവും വരാനും പറ്റില്ല. ആകെ സംഭവിച്ചത് നമ്മുടെ പരമാത്മ സ്വരൂപത്തെ നാം മറന്നു, ഇത്രയേ ഉള്ളൂ. അജ്ഞാനം നമ്മെ പിടികൂടി. അജ്ഞാനം, പരമാത്മ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവില്ലായ്മ, അതാണ് അജ്ഞാനം. ആ അജ്ഞാനം നമ്മെ പിടികൂടി. മേഘം വന്ന് ചന്ദ്രനെ മറയ്ക്കുന്നത് പോലെ മേഘം സൂര്യനെയും മറയ്ക്കും. അതുപോലെ അജ്ഞാനം വന്ന് പരമാത്മാവിനെ മറച്ചു കളഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആ അജ്ഞാനത്തെ നീക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം. അങ്ങനെ നാം യഥാർത്ഥത്തിൽ ഇപ്പോഴും പരമാത്മാവാണ്. മേഘം വന്ന് സൂര്യനെ മറയ്ക്കുമ്പോഴും സൂര്യന് ഒരു കുറവും വന്നിട്ടില്ല. സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, നമ്മളിപ്പോ കാണുന്നില്ല എന്നേ ഉള്ളൂ. മേഘം ചന്ദ്രനെ മറച്ചാലും അങ്ങനെ തന്നെ, നക്ഷത്രങ്ങളെ മറച്ചാലും അങ്ങനെ തന്നെ. അതേപോലെ അജ്ഞാനം വന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സ്വരൂപമായ പരമാത്മാവിനെ മറച്ചാലും നമുക്കൊരു കുറവും വന്നിട്ടില്ല. ആ പരമാത്മ സ്വരൂപം അക്ഷരമായിട്ട് കുടികൊള്ളുന്നു, മാറ്റം ഒന്നുമില്ലാതെ, നാശം ഒന്നുമില്ലാതെ കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് അറിവുള്ള ആളുകൾ ഇതിനെ അക്ഷരം എന്ന് പറഞ്ഞത്. നാം ആ അക്ഷരമാണ്. ആ അക്ഷരത്തിൽ നിന്നിട്ട് ഇങ്ങനെ പുറപ്പെട്ടു. ഇപ്പോഴും നാം ആ അക്ഷരമാണ്. ശരീരം വെടിയുമ്പോഴും നാം തിരിച്ച് ആ അക്ഷരത്തിൽ തന്നെ പോകുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നാം തന്നെയായ അക്ഷരത്തെ അനുഭവിച്ചറിയലാണ് നമ്മുടെ പരമലക്ഷ്യം, പരമാം ഗതി. അതാണ് നമ്മുടെ പരമലക്ഷ്യം. അതിനെ അറിയുന്നതോടുകൂടി ദുഃഖങ്ങൾ തീരുന്നു. ദുഃഖങ്ങൾ നമുക്ക് ആകൃഷ്ടമല്ല, അത് മാറണം നാം ആഗ്രഹിക്കുന്നു. ദുഃഖങ്ങൾ എങ്ങനെയാ മാറുക? നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞാലാണ് മാറുക. അപ്പൊ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണം, നാം അക്ഷരമാണെന്നറിയണം.
അങ്ങനെ ആ അക്ഷരത്തെ അറിയാനുള്ള ഉപാസനാ പദ്ധതികളാണ് ഇതെല്ലാം. അങ്ങനെ ആ അക്ഷരത്തെ അറിയുന്നതോടുകൂടി ദുഃഖങ്ങൾ തീരുന്നു. അങ്ങനെ ദുഃഖങ്ങൾ തീരാനുള്ള പരമഗതി, നമ്മുടെ പരമ പ്രാപ്യസ്ഥാനം, അപ്പോഴേ ദുഃഖം തീരുള്ളൂ. എന്തെല്ലാം നേടിയാലും അദ്ദേഹത്തെ നേടുമ്പോൾ ഉള്ളതായ പ്രയോജനം നമുക്ക് സിദ്ധിക്കുന്നില്ല. യാതൊരു പരമപൊരുളിനെ നേടിയാലാണോ ഈ ലോകം മുഴുവൻ നിസ്സാരമായി തീരുന്നത്, മൺകട്ട പോലെയായി തീരുന്നത്, അങ്ങനെയുള്ള പരമലാഭമാണ് അദ്ദേഹം. അതാണ് നമ്മുടെ പരമാംഗതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ പരമാംഗതിയാണ് എന്ന് അറിവുള്ള ആളുകൾ പറയുന്നു. അതാണ് ഇതി ആഹു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അക്ഷരമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലോ യം പ്രാപ്യ നിവർത്തന്തേ തദ്ധാമ പരമം മമ, എന്റെ ആ ധാമം, എന്റെ ആ ഇരിപ്പിടം, അത് പരമമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ യം പ്രാപ്യ, അവിടെ എത്തിക്കഴിഞ്ഞാലോ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഈ ശരീരം വിട്ട് പോയി കഴിഞ്ഞാലേ തിരിച്ചു വരും. എന്നാൽ ഞാനാകുന്ന ആ പരമമായ പ്രാപ്യസ്ഥാനത്തെ, ആ അക്ഷരത്തെ അനുഭവിച്ചറിയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം കിട്ടും. അപ്പോൾ ഈ ലോകം വെറും സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയും. സ്വപ്നത്തിൽ നുണരുന്നത് വരെ മാത്രമേ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് സത്യമെന്നുള്ള ധാരണയുള്ളൂ. സ്വപ്നം കാണുമ്പോൾ ഇത് സത്യമെന്ന് തോന്നും. സ്വപ്നത്തിൽ നുണരുമ്പോഴോ ഏറെ വന്ന് നമ്മൾ മറക്കും, അഥവാ ഓർത്താലും ഒരു അംശം ഓർക്കും. അപ്പോഴും അത് സ്വപ്നമാണ്, യഥാർത്ഥമായിരുന്നു എന്ന് ഓർക്കും. അതേപോലെ പരമാത്മാവിനെ നാം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം, ഈ ജീവിതം അയഥാർത്ഥമാണ് തിരിച്ചറിയും. പിന്നെ ഇതിനെ നമ്മൾ ഓർക്കുക പോലുമില്ല, അത് മാറാല പോലെ മാഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ആ പരമാത്മാവിനെ നാം തിരിച്ചറിയലാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം. പുരുഷ സപരപാർത്ഥ ഭക്ത്യാലഭ്യസ്തു അനന്യയ. ആ പുരുഷനുണ്ടല്ലോ, ആ പരമപുരുഷൻ, ആ പരമപുരുഷൻ, പരമമായ പ്രാപ്യസ്ഥാനം, അവൻ ഭക്തി കൊണ്ട് ലഭിക്കുന്നവനാണ്. ഭക്തിയാൽ അവനെ ലഭിക്കും. അത് നമ്മുടെ ആ ഉപാസനാക്രമങ്ങളില് വളരെ എളുപ്പമുള്ളതും വളരെയേറെ ആനന്ദകരവുമാണ് ഭക്തി എന്നുള്ളതായ ഉപാസനാക്രമം. യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവം ഇദം തതം. ഈ കാണായ സമസ്ത പദാർത്ഥങ്ങളും ഭൂതങ്ങളും അദ്ദേഹത്തിന്റെ, ഞാനാകുന്ന പരമപദത്തിന്റെ ഉള്ളിലിരിക്കുന്നു. വിശ്വരൂപ ദർശനം ഓർത്തുകൊള്ളുക, എല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്നു. യേന സർവമിതം തതം, ഈ കാണായ എല്ലാറ്റിൻ്റെയും ഉള്ളില് നിറഞ്ഞിരിക്കുന്നത് ആ പരമാത്മാവാണ് എന്നറിഞ്ഞുകൊള്ളണം. ആ പരമാത്മാവുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഓരോ അണുവുമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു അണുവുമില്ല, ഈ ലോകവുമില്ല എന്നറിഞ്ഞുകൊള്ളുക. ഇനി എപ്പോഴാണ് എത്ര കാലേ ത്വരാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. അല്ലയോ അർജുന, യോഗികള് ശരീരം വിട്ട് പോകുമ്പോ ഏത് സമയത്താ ശരീരം വിട്ട് പോകുന്നത് എന്നത് നമുക്ക് ലൗകിക തലത്തിൽ അറിയാൻ കഴിയും. പക്ഷെ ഏത് സമയത്ത് അവർ ശരീരം വിട്ടു പോയാലാണ് അവർക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വരാത്തത്, ഏത് സമയത്തില് അവർ ശരീരം വിട്ടു പോയാലാണ് അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. ചില സമയങ്ങളിൽ അവർ ശരീരം വിട്ടു പോയാൽ അവർ തിരിച്ചു വരേണ്ടി വരില്ല. ചില സമയങ്ങളിൽ അവർ ശരീരം വിട്ടു പോയാൽ അവർ തിരിച്ചു വരേണ്ടി വരും. ആ സമയം മരണസമയത്തിന്റെ പ്രത്യേകത അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. ആദ്യം ഏതൊരു സമയത്ത് ശരീരം വിട്ടുപോയാലാണോ തിരിച്ചു വരേണ്ടിയില്ലാത്തത് അത് പറയുക. തിരിച്ചു വരേണ്ടി വരാത്തത് എന്തുകൊണ്ടാ? പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. പരമാത്മാവിനെ ശരീരം വിട്ടുപോയി പരമാത്മാവിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലേ തിരിച്ചു വരേണ്ടിയില്ലാതുള്ളൂ. അങ്ങനെ അല്ല, ഏത് സമയത്ത് ശരീരം വിട്ടുപോയാലാണ് തിരിച്ചു വരേണ്ടി വരാത്തത് അഥവാ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്, അത് ഞാൻ പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് 24-ാമത്തെ ശ്ലോകം തുടങ്ങാണ്. അഗ്നി ജ്യോതിരഹ ശുക്ല ഷൺമാസാ ഉത്തരായണം
തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മാ ബ്രഹ്മവിദോ ജനാഹ. അല്ലയോ അർജുന, ആ യോഗികളായിട്ടുള്ള ആളുകള് ഈ പറയുന്നതായ സമയം അഗ്നി, ജ്യോതിസ്, അഹസ്, അതേപോലെ തന്നെ വെളുത്തപക്ഷം, ഉത്തരായനം, ഈ സമയത്ത് തത്ര ആ സമയത്ത് പ്രയാത ശരീരം വിട്ടു പോവുകയാണെങ്കിൽ ബ്രഹ്മാ ഗച്ഛന്തി അവർ പരമാത്മ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരും. ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിൽ എത്തിച്ചേരും. എങ്ങനെയുള്ള ആളുകൾ? ബ്രഹ്മവിദോജനാഹ, ബ്രഹ്മത്തെ അറിഞ്ഞ ആളുകൾ. സമസ്ത പ്രപഞ്ചവും പരമാത്മാവ് തന്നെയാണ് എന്ന്, 5 ഭാവങ്ങളോടുകൂടിയ പരമാത്മാവാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്, ഇവിടെ പരമാത്മാവല്ലാതെ യാതൊന്നുമില്ല എന്ന് ജീവിതത്തിലെ അധ്യാത്മ സാധനകൾ കൊണ്ട് ആരാണോ തിരിച്ചറിഞ്ഞത്, അങ്ങനെയുള്ള ശ്രേഷ്ഠ ബുദ്ധികളായിരിക്കുന്ന ആ യോഗികൾ അഥവാ സജ്ജനങ്ങൾ, അവര് പ്രാണന് വിട്ടുപോകുന്ന സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ആ സമയം നോക്കിയിട്ട് അവര് മോക്ഷം പ്രാപിച്ചു, അവരിനി പുനർജനിയുടെ മാർഗത്തിലേക്ക് പോയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവര് മോക്ഷത്തെ പ്രാപിച്ചതാണെങ്കിൽ പോയ സമയം ഇതായിരിക്കും, ഈ പറഞ്ഞ സമയത്തായിരിക്കും അവർ വിട്ടുപോവുക. ഇങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഏത് സമയത്ത്? അഗ്നി, അതേപോലെ തന്നെ ജ്യോതിസ്, അഗ്നിയുടെ മാർഗം പിന്തുടർന്ന ആളുകൾ, അതേപോലെ തന്നെ ജ്യോതിസിന്റെ മാർഗം പിന്തുടർന്ന ആളുകൾ, ആ വഴി കൂടിയായിരിക്കും അവർ പോവുക. ശരീരത്തെ വിട്ടുപോകുമ്പോ അഗ്നിയുടെ ദേവതമാര് ഈ ജീവനെ മുന്നോട്ട് നയിക്കും ആ യാത്രയിൽ. അതാണ് അഗ്നിയുടെ പന്ഥാവ്. പ്രാണൻ ശരീരത്തെ വിട്ടു പോകുമ്പോ അഗ്നിയുടെ ദേവതമാരാണ് ആദ്യം അവരെ നയിക്കുക, ആ പ്രാണനെ നയിക്കുക. ആ ദേവതമാര് മുന്നോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞാല് ജ്യോതിസിന്റെ ദേവതമാര് അവരെ ഈ ജീവന്മാരെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അഹസ്യന്റെ പകലിന്റെ ദേവതമാര് ആ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെയോ ശുക്ലപക്ഷത്തിന്റെ, വെളുത്ത പക്ഷത്തിന്റെ ദേവതമാര് ആ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഉത്തരായന ദേവതമാര് ആ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ ഉത്തരായനത്തിന്റെ സന്ദർഭത്തിൽ, ആ കാലഘട്ടത്തിൽ, അതായത് അഗ്നിദേവതമാർക്കും ജ്യോതി ദേവതമാർക്കും പകലിന്റെ ദേവതമാർക്കും വെളുത്തപക്ഷത്തിന്റെ ദേവതമാർക്കും അതേപോലെ ഉത്തരായന ദേവതമാർക്കും ജീവനെ കൂട്ടിക്കൊണ്ടുപോകാൻ പാകത്തിനുള്ള സമയത്താണ് ഇവർ പ്രാണനെ വിട്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, ഉത്തരായനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാണൻ പുനരാവർത്തി തേടുന്നില്ല, അവരുടെ പ്രാണൻ പരമാത്മാവിലേക്ക് പോകുന്നു എന്ന്. അതാണ് ശരശയ്യയിലൂടെ വ്യാസൻ കാണിച്ചു തന്നത്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വലിയൊരു സാധകനായിട്ട് ജീവിച്ച ഗംഗാദത്തൻ എന്ന ദേവവ്രതൻ, അദ്ദേഹത്തിന്റെ സാധനയുടെ തീക്ഷ്ണതയാണ് അദ്ദേഹത്തിന് ഭീഷ്മൻ എന്നുള്ള പേര് നൽകിയത്. അതിന്റെ തീക്ഷ്ണതയുടെ പരീക്ഷണ ഘട്ടമാണ് അംബോപാഖ്യാനം. ഗുരുനാഥൻ തന്നെ വന്ന് അംബയെ വിവാഹം കഴിക്കാൻ കൽപ്പന ഇടുന്നു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ സാധനയുടെ തീക്ഷ്ണതയാണ്. അത് കഴിഞ്ഞപ്പോഴോ തൻ്റെ കുടുംബത്തിന് ആപത്ത് വന്നു. എന്താ? ആ കുടുംബത്തിലെ ഏകാശ്രയം തൻ്റെ അനുജൻ രാജാവായിരുന്ന ആ വിചിത്രവീര്യൻ മക്കളില്ലാതെ മരിച്ചുപോയി. വംശം നിലനിൽക്കണം. അപ്പോഴേക്കും അമ്മ സത്യവതി പറഞ്ഞു, നീ അംബയെയും അംബാലികയും സ്വീകരിക്കണം, നീ രാജാവാകണം, ഇവരെ വിവാഹം കഴിക്കണം, ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, നമ്മുടെ വംശം നിലനിൽക്കണം. അതായിരുന്നു അടുത്ത പരീക്ഷണഘട്ടം. സാധ്യമല്ല എന്ന ഭീഷ്മന്റെ മറുപടി.